എൻ്റെ പേര് സുജാത. വീട് തൃശ്ശൂർ അത്താണി എന്നുള്ള സ്ഥലത്താണ്. ഞാൻ ആദ്യമായി 2018 ഡിസംബർ 7-ാം തീയതി ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം, ഉപ്പ് തേൻ എന്നിവ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 25 വർഷമായി ഉണ്ടായിരുന്ന അലർജി, ചുമ, ജലദോഷം, മുട്ടുവേദന എന്നിവ എനിക്ക് ഈശോയും മാതാവും കൂടി എടുത്തുമാറ്റി. ശേഷം 35 വർഷമായി ഞാൻ അനുഭവിച്ചിരുന്ന കോൺസ്റ്റിപ്പേഷൻ, ഉടമ്പടി തൈലം, ഉപ്പ്, തേൻ എന്നിവ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഈശോ സൗഖ്യം തന്നു. അതിനുശേഷം 2 വർഷമായി എനിക്ക് പൈൽസ്, ഫിഷർ, മലദ്വാരം ചുരുങ്ങൽ എന്നിവ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നതാണ്. ഞാൻ ഈ ഉടമ്പടി തൈലം, തേൻ, ഉപ്പ് എന്നിവ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്ക് സൗഖ്യം ലഭിച്ചു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം റോഡിൽ നടന്ന് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് എനിക്കൊരു ജോലിയുണ്ട്. അതിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പോപ്പ് പോൾ എന്നുള്ള സ്ഥാപനമുണ്ട്. അവിടെ പോയി അസുഖമുള്ള രോഗികൾക്ക് രോഗി പരിചരണം ചെയ്യാറുണ്ട്. എനിക്ക് ഇത്രയധികം അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. നിയമാവർത്തനം 28:9. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിൻ്റെ വിശുദ്ധ ജനമായി നിന്നെ ഉയർത്തും. ഇവിടെ സുജാതയ്ക്ക് 4 കാര്യം സാധിച്ചു കിട്ടി ഉടമ്പടിയിലൂടെ ആ കുട്ടി പറഞ്ഞത് 25 വർഷവും 15 വർഷവുമായിട്ടുണ്ടായിരുന്ന അലർജി രോഗം, മലദ്വാരം ചുരുക്കൽ, ഇതിനെല്ലാം അവർ മരുന്നൊന്നും കഴിച്ചില്ല. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തേനുമാണ് ഉപയോഗിച്ചെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. വളരെയധികം വർഷങ്ങളായിട്ടുണ്ടായ ഈ അസുഖം ഇവർക്ക് മാറിയത് പരിശുദ്ധ അമ്മ ഇവരുടെ കൂടെ ചെന്നതുകൊണ്ടാണ്. അവരമ്മയോട് പറഞ്ഞ്, എൻ്റെ രോഗം ഇതാണ്, എനിക്കിത് മാറണം. പറയുന്നത് ചെയ്തു തരുന്ന അമ്മയാണ്, കൂടെ നടക്കുന്ന അമ്മയാണ്. 2004 ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, വരാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച്. ഇതെല്ലാം ദുരന്തങ്ങളാണ്, രോഗം വരുന്നതില്ല. ദുരന്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇത് പ്രാർത്ഥന ഉടമ്പടിയിലൂടെയാണ് കൊടുത്തത്. ആ ഉടമ്പടിയിലൂടെ അവർ പ്രാർത്ഥിച്ചപ്പോൾ, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ ആത്മീയമായിട്ട് അവർക്ക് വളരാൻ സാധിച്ചു. അമ്മയോട് കൂടി ചേർന്ന് നിൽക്കാൻ സാധിച്ചു. അമ്മയോട് പറയാൻ പഠിച്ചു. ഇങ്ങനെ ചെയ്ത ഈ സുജാത മോൾക്ക് പരിശുദ്ധമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് ഓരോ നിമിഷവും വരുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുത്തതിനെ ഓർത്ത് നമ്മൾക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.